ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എക്സിം ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആയിരുന്നു. അതിൻ്റെ തേർഡ് ഫങ്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് ഫോറിൻ കൺട്രീസിലേക്ക് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സിം ബാങ്ക് എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇന്ത്യൻ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അതായത് ജോയിൻറ്റ് വെഞ്ചർ ഫോറിൻ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ലോൺസ് എല്ലാം ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും എക്സിം ബാങ്കാണ്. പിന്നെ അതുപോലെ തന്നെ ചില മെർച്ചൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോക്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ ചില കമ്പനീസിൻ്റെ സ്റ്റോക്സും ഷെയർസും ഡിബഞ്ചേഴ്സ് എല്ലാം അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ളതും അതേപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിം ഇമ്പോർട്ട് സെക്ടർ ചില പാർട്ടികളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പറയുന്നത്. ഇനി ഈ ഒരു എക്സിം ബാങ്കിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 crores ആണ് വരുന്നത്. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറയുന്നത് 3,759 crores ആണ് വരുന്നത്. അത് March 31, 2014 ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻറ്റയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സിം ബാങ്കിൻ്റെ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്കീംസുകളാണ് എക്സിം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലോൺസ് ടു ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസിന് ലോൺസ് കൊടുക്കുന്നുണ്ട്. 4 തരത്തിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജിയും അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ് സർവീസസും ഇന്ത്യൻ കമ്പനീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഷിപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺസ് കമ്പനീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ കമ്പനിക്ക് ലോൺസ് കൊടുക്കുന്നത്. രണ്ടാമത്താണ് ലോൺസ് ടു ഫോറിൻ ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ഇറ്റ്സ് ഓവർസീസ് ബയേഴ്സ് ക്രെഡിറ്റ് സ്കീം. അതായത് ഫോറിൻ കൺട്രീസിന് വേണ്ടിയിട്ട് ഫോറിൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഓവർസീസിലേക്ക് എന്തൊക്കെ ലോൺസ് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ലോൺസ് കൊടുക്കുന്നത്. ഒന്ന് റീഡിസ്കൗണ്ടിങ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി റീഡിസ്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഓൾറെഡി ഫിനാൻസ് ചെയ്ത എക്സ്പോർട്ട് ക്രെഡിറ്റിന് വീണ്ടും റീഫിനാൻസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആൻഡ് ഫോർത്ത് വൺ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫോറിൻ കൺട്രീസിൻ്റെ കറൻസീസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർസീസ് എംപ്ലോയീസിന് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സിം ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ക്രെഡിറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ചെയ്യുന്നത്. അതായത് ടൂൾസ് പർച്ചേസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ, ലാൻഡ് പർച്ചേസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ചെയ്യുന്നത് ബേസിക്കലി ഫോർ അഗ്രികൾച്ചറൽ purpose. Then next one ആണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IRCI എന്ന് പറയും.
ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അത് മെയിനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 1973 ഇതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ പൂട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള സിക്കായിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ട്രെയിനിങ്ങും റീഹാബിലിറ്റേഷനൊക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക, അവരെ ആ ഒരു ഇൻഡസ്ട്രി നശിച്ചു പോകാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രീനെ വീണ്ടും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ IRBI. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഇവർ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1985 മാർച്ച് 20th ഈ ഒരു IRBI സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൽ പുതിയ രീതിയിലുള്ള എക്സ്പാൻഷൻസും റീഓർഗനൈസേഷനും പുതിയ രീതിയിലുള്ള മാക്സിമം ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക, പ്രിൻസിപ്പൽ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, പുതിയ രീതിയിലുള്ള മോഡേണൈസേഷൻ കൊണ്ടുവരിക, പുതിയ എക്സ്പാൻഷൻസ് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിനെ വീണ്ടും കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് സിക്ക് യൂണിറ്റ്സിനല്ല, ഓൾറെഡി നടന്നുകൊണ്ട് പോകുന്നതിനെ തന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്യലാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഇവർ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവർ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 31 മാർച്ച് 1989 ആ സമയത്ത് ഇവരുണ്ടായിരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 112.5 crores ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബേസിക്കലി ഇതും ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കൺസേൺസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IIBIയും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ മാർച്ച് 1997. അതായത് ഈ IIB തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1997 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം RBIൻ്റെ അണ്ടറിലാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസാണ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺസ് കൊടുക്കുന്നു, അഡ്വാൻസസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോക്ക്, ഷെയർസ്, ബോൺസ്, ഡിബെഞ്ചേഴ്സ് എല്ലാം അണ്ടർ റൈറ്റ് ചെയ്യുന്നു. ഡിഫേർഡ് പേയ്മെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് പൈസ അടക്കേണ്ടതായിട്ടില്ലാതെ വിട്ടുപോയത് അല്ലെങ്കിൽ അടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അതിനൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്നു. ലോൺസ് ഗ്യാരണ്ടി ചെയ്യലും ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ട രീതിയിലുള്ള ഒബ്ലിഗേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ട്സ് ഒക്കെ അണ്ടർടേക്ക് ചെയ്യലും ഈ IIBI ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടും കൂടി ഈ ഒരു ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിനാണെങ്കിലും RBIക്കാണെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസിലിയറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻസിലിയറി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറമെ മറ്റിപ്പോൾ കൺസൾട്ടൻ്റായിട്ട് എക്യുപ്മെൻറ്റ് ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സെക്കൻഡറി ഹെൽപ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ വർക്ക് മെർജ് ചെയ്യണമെങ്കിൽ, അമാൽഗമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ലാൻഡ് ആൻഡ് മെഷീനറീസ് ഒക്കെ ലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ഇതൊക്കെയാണ് ഈ IIBIൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.